ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടി പെരുവട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് മുത്താമ്പിൻ്റെ ഒക്കെ ഒരു അടുത്തുള്ള സ്ഥലമാണ് കേട്ടോ കൊയിലാണ്ടി. അപ്പോൾ ഇവിടെ വന്നത് അഷ്കറിനെയും അശ്വിനെയും കാണാനാണ്. രണ്ടാളും ട്വിൻസാണ്. അപ്പോൾ എനിക്ക് രണ്ടാൾക്കും പറ്റിയ വധുക്കളെ നമുക്ക് കണ്ടെത്തണം കേട്ടോ. രണ്ട് വധുവിനെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അവലിക്കെന്ന് പറഞ്ഞാൽ പക്വത കുറവാണ്. ഇപ്പോൾ 27 വയസ്സായ ഒരു 15-17 വയസ്സിൻ്റെ ഒരു പക്വത അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഒരാൾ സ്മാർട്ടാണ് കേട്ടോ. ഒറ്റയ്ക്ക് യാത്ര ചെയ്യും, കോഴിക്കോടൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യും. രണ്ടാളും ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ തണലിൻ്റെ ഒരു അണ്ടറിലുള്ള ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ ഒറ്റയ്ക്കാണ് യാത്രയും കാര്യങ്ങളൊക്കെ. പക്ഷേ ബസ്സിൻ്റെ ബോർഡ് അങ്ങനെയൊന്നും വായിക്കാൻ അറിഞ്ഞൂടാ, പഠന വൈകല്യമൊക്കെ ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവരോട് ചോദിക്കാം. ഓക്കെ, അവരുടെ വീടൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്നതാണ് ഇവരുടെ വീട് കേട്ടോ. ഇവരുടെ വീടിൻ്റെ വഴിയാണിത്. ബൈക്ക് വരാൻ പറ്റുന്നൊരു വഴിയാണ് കേട്ടോ. ഇതാണ് വീട്. അപ്പോൾ ഇതാണ് കേട്ടോ അഷ്കറും അശ്വിനും. അഷ്കർ ഇതല്ലേ? ഇത് അഷ്കർ, ഇത് അശ്വിൻ. രണ്ടാൾക്കും 27 വയസ്സാണല്ലേ ഉമ്മ? 27. അതെ അതെ അതെ, രണ്ടാളും ജോലി ചെയ്യുന്നുണ്ട്. ഇവരെവിടെയാ ജോലി ചെയ്യുന്നത്? ഒരാള് തിരുവങ്ങൂര്, ഒരാള് കോഴിക്കോട്. അഷ്കർ ഡയാലിസിസ് സെന്ററിൽ, മറ്റോന് സൂപ്പർ മാർക്കറ്റില്. രണ്ടാളും പൈസയൊക്കെ വാങ്ങുന്നുണ്ട്. ഓല കാര്യങ്ങളൊക്കെ ഓല് ചെയ്യൂ, ഒരു പ്രശ്നമില്ല. പിന്നെ ഇതാണ് സംസാര പഠന വൈകല്യാന്ന്. പിന്നെ 10 വരെ പോയിക്ക്. പിന്നെ ഓല എഴുത്തും വായനയും ഒരുക്കാറിലൂടെ. പിന്നെ പോക്കും വരവൊക്കെ ഓല യുക്തിയും വെളും കൊണ്ട് ഓല് പോവുകയും വരികയും ഒക്കെ ചെയ്യും. ഏടെ വേണമെങ്കിലും പോയി വരൂ. പിന്നെ ഓല കാര്യങ്ങളൊക്കെ ഓല് ചെയ്യും. പിന്നെ മൊബൈല്, മറ്റുള്ള കാര്യങ്ങള്, PDF പോലെ സാധനം വാങ്ങിക്കൊണ്ടുവരല് ഒക്കെ ഓല് ചെയ്യും. ഓല കാര്യങ്ങളൊക്കെ ഓല് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാന്നുള്ളത് ഒരു പിന്നെ പക്വതക്കുറവ് കുറച്ചൊരു ഇതാണ്. മൂത്തോനൊരു ഇത്തിരി ഒരു ഇതാണ്. മറ്റോന് നല്ല ഈക്കല. ഒരു ഇളയോൻ അഷ്കർ, ഓന് നല്ല ഇതാണ്. മറ്റോന് ചെറിയൊരു, പക്ഷെ ഓന് ചില സമയത്തുള്ളതല്ല, അല്ലാണ്ട് ഓന് ഒരു പ്രശ്നമില്ല. ഇവര് എന്തെങ്കിലും ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടോ? ടാബ്ലറ്റ് ഇപ്പോൾ ഇല്ല, ഇപ്പൊ ഒന്നും കഴിക്കുന്നില്ല. ആദ്യമൊക്കെ ഓന് ഒരിക്കൽ ഒരു പിന്നെ ചെറിയൊരു വാശി പോലൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ കൊടുത്തിരുന്നു. ഇപ്പം പ്രത്യേകിച്ചൊന്നും ഒരു ഗുളികയും മരുന്നും ആർക്കും ഇല്ല. പിന്നെ അസുഖമൊക്കെ വന്നാലല്ലാണ്ട് ഗുളികയും മരുന്നൊക്കെ കൊടുക്കും. അതെ അതെ, തീർച്ചയായും. അപ്പോൾ ഓല കാര്യത്തിനൊന്നും നമ്മൾ ടെൻഷൻ ആവേണ്ടിയില്ല. ടെൻഷനും വേണ്ട. ഓല ഒരു കാര്യം, എല്ലാ കാര്യവും ഓല തന്നെ ചെയ്തോളൂ അല്ലേ? ഓല തന്നെ ചെയ്യും. ഏടെ പോണെങ്കിൽ ഏടെ വരണമെങ്കിൽ. ഒരാൾ സൈക്കിളും ഇതൊക്കെ ചവിട്ടു, അഷ്കർ. ഓന് ടൗണിലൊക്കെ പോയി സാധനമൊക്കെ വാങ്ങിക്കൊണ്ടുവരുവന്. അശ്വിന് സൈക്കിൾ ചവിട്ടിയില്ല. പിന്നെ പറഞ്ഞാലൊക്കെ കുട്ടികൾക്കൊക്കെ ചെയ്യും. എന്നാലും അധികം വേനാ പോവുക അഷ്കർ. ടൗണിലും കാര്യങ്ങളും എല്ലാം പോവുക. ഇവർക്ക് കുറെ അവാർഡും ഇവിടെ ഇവർക്ക് കിട്ടിയതാണ് കേട്ടോ. ഇവിടെ കാണുന്ന ഇത് മൊത്തം അഷ്കർ, അശ്വിന്, ഇതൊക്കെ ഇവർക്ക് ഡാൻസ്, കരാട്ട, പിന്നെ കരാട്ട ഒക്കെ ഉണ്ട്. കരാട്ട. അശ്വിനെ, എന്തൊക്കെയാ വിശേഷം? എന്നിട്ട് സുഖല്ലേ? എത്ര മണിക്കാ ജോലിക്ക് പോവല്? 7 ഇവിടുന്ന് പോവല്ലേ? അവിടെ എന്നാ പണി? എന്തൊക്കെ ചെയ്യും അവിടുന്ന്? പറഞ്ഞോ. അശ്വിൻ എവിടെയാണ്? എന്ത് ജോലി? അശ്വിൻ എന്തേലും ജോലി? ഓന് അവിടെ സൂപ്പർ മാർക്കറ്റില് സാധനങ്ങൾ വെച്ചെടുക്കും. പിന്നെ കസ്റ്റമർക്ക് ഒരിക്കൊക്കെ സാധനം കൊട്ടയിൽ എടുത്ത് ചേർത്തിട്ട് അതൊക്കെ വണ്ടിയിൽ വെച്ചെടുക്കും. പിന്നെ ഓരോരോ സാധനമൊക്കെ കൊണ്ട് ചെറുക്കിയാലൊക്കെ അതൊക്കെ കൊണ്ടുവച്ച് വെച്ചെടുക്കും. പിന്നെ അടുത്ത സാധനം ഇറക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അശ്വിൻ ചെയ്യുന്നത് അല്ലേ? അഷ്കറാണ് ഡയാലിസിസ് സെന്ററിൽ അല്ലേ? അതെ അതെ അതെ. അപ്പൊ അവിടെ എന്തൊക്കെ ജോലിയാ ചെയ്യാ? പണിക്ക് നിൽക്കുമ്പോൾ എന്തൊക്കെ ചെയ്യോ? മടക്കും, വിരിയൊക്കെ മടക്കിയൊക്കെ വെച്ചെടുക്കും. അതൊക്കെ ചെയ്യും അല്ലേ? അതെ 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 അതെ. നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാൻ തയ്യാറാണോ? എന്നാ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു ഓലേക്കാളും അത്ര ഏകദേശം പക്വതയുള്ള മക്കളാണെങ്കിൽ അല്ല, അങ്ങനല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഓലേക്കാളും ഒരിത്തിരി ഒരു മെച്യൂരിറ്റി. അതെ, ചെറിയ പക്വത എൻ്റെ പ്രശ്നമൊന്നും കുഴപ്പമില്ല. പിന്നെ ചെറിയ ബുദ്ധിമുട്ടും വിഷയമല്ല, അല്ലാത്ത ചെറിയ വിഷയവും കുഴപ്പമില്ല.
അല്ലേ? വേറെന്തോ കഴിക്കോ അങ്ങനെ ചെറിയ എന്തോ പ്രശ്നം? അത് ഓല് ശരി. അന്ന് ഞാൻ വേറൊരു ഗ്രൂപ്പ് ഉണ്ട് എനിക്ക്, അതിൽ കുറേ ബന്ധം അങ്ങനെ വന്നിക്ക്. ഇവര് ഞാൻ ചോദിച്ചു, ഇവർക്ക് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ കാലിന് വേസൊരു ചട്ട പോലെ, കാലിനൊക്കെ വേസൊരു ഇതുവരെ കഴിക്കുക, ഇതൊക്കെ നല്ല മക്കളായിരുന്നു. മറ്റേ ഇവർ നിൽക്കുന്നില്ല, അവർക്കത് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ ഈ വേറൊരു ഗ്രൂപ്പുണ്ട് ഞങ്ങളെ ഇതിൻ്റെ ആയിട്ടുള്ള ഗ്രൂപ്പ്, ഇതിലും ഞാൻ ഇവരൊക്കെയുണ്ട്. അപ്പോൾ എനിക്ക് പിന്നെ എങ്ങനെയുള്ളതാണ് ഇവരിക്കെന്ന് പറഞ്ഞാൽ ഇവരെ നോക്കാൻ പറ്റിയ 2 മക്കളെ കിട്ടിയാൽ മതി എനിക്ക്. ഇവര് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത കുട്ടികളാണോ വേണ്ടേ? അത്ര വലിയ കുഴപ്പമാർന്ന്. ഒരു മേച്ചർ മെച്ചൂരിറ്റിയുള്ള മക്കള്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വരുന്ന 2 ആൾക്കാർ വലിയ നമ്പർ കൊടുക്കുക. തീർച്ചയായും നിങ്ങളതിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. വേറെ നമുക്ക് ദൂരം അങ്ങനെയൊന്നും പ്രശ്നമൊന്നും ഇല്ലല്ലോ? ദൂരത്തിനൊന്നും ഒരു പ്രശ്നമില്ല. അതെ, വേറെ ഒന്നും പറയാം, വേറെ ഡിമാൻഡ് ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു ഡിമാൻഡും ഇല്ല. ഞാൻ നല്ല പൊന്നു പോലെ നോക്കും മക്കളെ കിട്ടിയാൽ. അതെ, ഞങ്ങൾക്ക് ഒരു ഡിമാൻഡും ഇല്ല. ഉപ്പ എന്താ ചെയ്യുന്നത്? ഉപ്പ ഗൾഫിലാണ്, ദുബൈയിലാണ്. അവിടെ ഹൗസ് ഇങ്ങനെ ഹൗസ് ഡ്രൈവർ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് 3 മക്കളല്ലേ? 3 മക്കൾ, ഒരു മോളുണ്ട്. മോളെ കല്യാണം കഴിഞ്ഞ് ഓൾക്ക് 2 മക്കളുണ്ട്. ഓളിപ്പം വർക്ക് ചെയ്യുന്നത് ഇവിടെ വാട്ടർ അതോറിറ്റിയിലാണ്. നമുക്ക് ഈ അടുത്ത് കിട്ടിയതാണ്. അത് ശരി. ഇവർക്ക് 2 27 വയസ്സല്ലേ ആയത്? നമുക്കൊരു 25 വരെയൊക്കെ നോക്കിക്കൂടെ? 25 26 ആയാലില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഒരു വയസ്സ് കൂടിയാലും വേണ്ടിയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നല്ല 2 മക്കളാണ്. ഓല് എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോവുക, ജോലി കഴിഞ്ഞ് കുടുംബത്തിൽ അല്ലേ ഇവിടുത്തെ കാര്യങ്ങളിലായിട്ട് വീട്ടിൽ നിൽക്കുക, അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട്. വൈകുന്നേരം എത്ര മണിയാവണേ കൂടെ എത്തും? ഒരാൾ 7 മണി കഴിയും. 7 മണി 7 ആവും ഇവിടെ എത്താൻ. അശ്വിനി മറ്റവന് 6 മണീൻ്റെ അടുത്ത് 6 മണീൻ്റെ ഉള്ളിൽ ഇവിടെ എത്തും. വൈതെറ്റി പോവല്ലേ? ഇല്ല, ഒരു ബൈക്ക് പോകുക അങ്ങനെയല്ല. ഓല ആവശ്യത്തിനൊന്ന് പുറത്ത് പോകും, ഓല് തിരിച്ച് വരും. അല്ലാണ്ട് ഓല് വേറെ കൂടുക അല്ല. വേറെ വൈതെറ്റി പോകാൻ ഉദ്ദേശിച്ച റൂട്ട് മാറി പോവാന്നാണ് കേട്ടോ. ബസ് വേറെ കാര്യം പോവല്ലേ? അതൊന്നുമില്ല, വഴിയൊന്നും തെറ്റിക്കില്ല. അതെ അതെ, അത് കറക്റ്റ് വരും, ബസ്സുകാർ കറക്റ്റ് വരും അല്ലേ? ഓലെ കൊയിലാണ്ടി ബസ് ഓല് 2 ആളും പോരും. അതെ. അപ്പോൾ ഇവൽ എത്ര വർഷം, അശ്വിൻ എത്ര വർഷമായി ജോലി ചെയ്യുന്നത്? അശ്വിൻ ഇപ്പൊ 2.5 കൊല്ലായി ആടാ. അഷ്കർ ഇപ്പൊ 4 കൊല്ലായി. 4 കൊല്ലായി അല്ലേ? അതെ അതെ അതെ. അപ്പോൾ വേറെ നമുക്ക് ഡിമാൻഡ് ഒന്നും പറയാനൊന്നുമില്ലല്ലോ? അതെ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ഓലെ മനസ്സിലാക്കുന്ന നല്ലൊരാൾക്കാർ, നല്ല 2 പെൺകുട്ടികൾ വരിക എന്നുള്ളതാണ്. പിന്നെ ഓല് ആത്മാർത്ഥമായിട്ടുള്ള പോലെ ഒരു സ്നേഹം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. ഓല് അങ്ങനെ വേറെ എന്താ പറയുക കൂട്ടുകെട്ട് കാര്യങ്ങളൊന്നുമില്ല. ജോലിക്ക് പോലതായ പരിമിതികൾ, തീർച്ചയായിട്ടും ഓലെ പരിമിതികൾ മനസ്സിലാക്കുന്ന ആളായിരിക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു ആലോചന വരട്ടെ ഇൻഷാ അല്ലാഹ്. പിന്നെ ഉമ്മ നല്ലപോലെ അന്വേഷിക്കണോ? പലരും പല സ്ഥലത്തുനിന്നും വിളിക്കൂ. നല്ലപോലെ അന്വേഷിച്ച് മാത്രം ചെയ്യുക. കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല കേട്ടോ. മാക്സിമം അന്വേഷിച്ച് ചെയ്യണേ. അപ്പോൾ ഫ്രണ്ട്സ്, അഷ്കറും അശ്വിനും പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ, അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരണം. പിന്നെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഉപ്പ ഗൾഫിലാണ്, പിന്നെ ഉമ്മയും 2 മക്കളുമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ മക്കൾ 2 ആളും പിന്നെ സ്മാർട്ടാണ്. ഓലിക്ക് ഓലതായ പരിമിതികൾക്കുള്ളിൽ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. സ്മാർട്ടാണ് ഓല്, ഓലതായ ഒരു ലോകമാണ്. അപ്പോൾ പുറത്ത് പോയി കമ്പനി അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഓലിക്കില്ല. ഓലെ പരിമിതികൾ മനസ്സിലാക്കിയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ആളായിരിക്കണം. പക്വത കുറവുണ്ട്, പഠന വൈകല്യമുണ്ട്, പിന്നെ ടാബ്ലറ്റൊക്കെ മുമ്പ് കഴിച്ചിരുന്നു. ഇപ്പം അങ്ങനെ എപ്പോൾ ഒന്നുമില്ല, ഇടക്കിടക്ക് എന്നൊക്കെയാണ് ഒരാൾക്ക് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നമ്മളൊരു 10 മിനിറ്റ് വീഡിയോയിൽ എല്ലാ കാര്യവും ചിലപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ നിങ്ങളിൽ വിളിച്ച് ചോദിച്ച് ക്ലിയർ ആക്കും കേട്ടോ. പിന്നെ ചെറിയ ബുദ്ധിമുട്ടുള്ള ആലോചനകളൊക്കെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ പിന്നെ അതായത് നമ്മൾ സംസാരിക്കുമ്പോഴാണല്ലോ മനസ്സിലാവുള്ളൂ എന്താ ബുദ്ധിമുട്ട്, എത്രത്തോളമാണ് അതിൻ്റെ വ്യാപ്തി എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ വിളിക്കാതിരിക്കരുത്, വിളിക്കണം. അപ്പോൾ വീഡിയോയിൽ ചെറിയ ബുദ്ധിമുട്ടൊന്നും വേണ്ടാന്നിപ്പോൾ പറഞ്ഞെങ്കിലും അല്ലേ അങ്ങനെ എന്തേ പറഞ്ഞൊന്നും വെച്ച് വിളിക്കാതിരിക്കരുത്. അപ്പോൾ നമ്മൾ വിളിച്ച് നമ്മളെ പ്രശ്നം ചിലപ്പോൾ നമുക്ക് വലിയ പ്രശ്നമായിരിക്കും, ചിലപ്പോൾ ഇവർക്ക് വലിയ പ്രശ്നമായിരിക്കില്ല, അങ്ങനെയാണല്ലോ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ചെറിയ ബുദ്ധിമുട്ടുള്ളവരായാലും പിന്നെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത മക്കളായാലും ഒക്കെ നമുക്ക് സന്തോഷമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരെ ഒരു 26 വയസ്സ് വരെയൊക്കെ നമുക്ക് നോക്കാം. കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇവർ 2 ആളും തന്നെയാണ് ഈ വീട്ടിൽ, അറിയാലോ. അപ്പോൾ വേറെ ബാധ്യതയും കാര്യങ്ങളൊന്നും ഇല്ല, ജോലിക്ക് കൊണ്ട് കഴിയുന്നുണ്ട്, വേറെ വിഷയമൊന്നുമില്ല ഇൻഷാ അല്ലാഹ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, കൂടെ നിൽക്കുക കേട്ടോ.